ഒക്കെ ദേ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഗുഡ് മോർണിംഗ് ബർത്ത്ഡേ ബോയ്. എന്താണ് ഇങ്ങനെ മദാലസിയായിട്ട് കിടക്കണേ? ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഐ ലവ് യു. വയ്യേ കുട്ടിക്ക് ബർത്ത്ഡേ ബോയ്ക്ക് ഒരു ചെറിയ പനിക്കോളും തുമ്മലൊക്കെ പോലെ അല്ലേ? നോട്ടെ കുറച്ചു നേരം കൂടി കിടക്കുന്നോ? ഞാൻ ചുക്ക് കാപ്പി ഇട്ട് തരാം. ഇപ്പൊ കുറച്ചു നേരം കൂടി കിടന്നോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വ്ളോഗാണ്. വൈഷ്ണവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഒരു ബർത്ത്ഡേ റിലേറ്റഡ് വ്ളോഗാണ് കേട്ടോ ഇത്. വൈഷ്ണവിന് എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയത്, പിന്നെ നമ്മുടെ വീട്ടിലെ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സാറ്റർഡേ. സോ അതെല്ലാം കൂടിയിട്ട് ഒരു കമ്പൈൻഡ് വ്ളോഗാണ്. ഇതെന്താ സംഭവം എന്ന് അറിയുമോ? ഞാൻ ഒരു സക്ഷൻ ബാക്ക് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ണാടിയിൽ ഒട്ടിച്ചിട്ടാണ് ഞാൻ ഈ വിക്രിയെ കാണിക്കുന്നത്. പക്ഷേ ആസ് യു കെൻ സി അത് വർക്ക് ചെയ്യണില്ല. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ എങ്ങോട്ടാണ് ഈ ഒരുങ്ങി കെട്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ്. ബർത്ത്ഡേ ആയിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിനാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നവരോട് സാറ്റർഡേ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീട്ടിൽ പരിപാടിയുണ്ട്. സോ അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഹാപ്പി ബർത്ത്ഡേ ബോയ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ക്ലിപ്സ്. ഇന്നലെ രാത്രി എല്ലാവരും നമ്മുടെ പ്രസ്റ്റീജ് ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സെന്തിലായിട്ട് മിസ്സിങ് ആയിരുന്നു. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഫെമിയും പിന്നെ അനിത്തേട്ടനും എൽസും ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. വിഷ് ചെയ്യാൻ വന്നു, കേക്ക് കട്ടിങ്ങിനൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്നലെ എന്നിട്ട് കുറേ നേരം എല്ലാവരും സംസാരിച്ചിട്ട് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. നമ്മൾ ഷോപ്പിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്നലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ. ഹലോ ഗായ്സ്, ഞാൻ എന്താ മെല്ല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 12 മണിക്ക് വൈഷ്ണവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ വർഷങ്ങളായിട്ട് വന്ന് പുള്ളിക്ക് നല്ലോണം അറിയാം ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടാവുന്നു. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ ആ ഒരു സർപ്രൈസ് ചാം വെക്കാൻ വേണ്ടിയിട്ട് പുള്ളി അഭിനയിക്കും, ഞാനും അഭിനയിക്കുമല്ല, സീക്രട്ടായിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ എത്ര കണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഇങ്ങനെ കേക്ക് കട്ടിങ്, സർപ്രൈസസ് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നാളെ പുള്ളിയുടെ ബർത്ത്ഡേ May 16th ഞാൻ കംപ്ലീറ്റ് ഡേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഓഫീസിൽ പോകണം, ഞാനും വർക്കിംഗ് ആണ്. പക്ഷേ എന്നാലും രാത്രി ഒരു ഡിന്നറിന് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സർപ്രൈസും ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വരും. ആരൊക്കെ വരുന്നത് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് വെറിയുന്ന റോണി എന്തായാലും വരുന്നത് എനിക്കറിയാം. ബാക്കി ആരൊക്കെ വരുന്നുണ്ടോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പുള്ളീനെ ആദ്യം പോയി വിഷ് ചെയ്യണം. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം 11:53 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിനെ വിഷ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ കേക്ക് മുറിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. ലൈക്ക് ഇന്നത്തെ രാത്രി അങ്ങനെ പോവും. നാളെയാണ് നമുക്ക് ആക്ച്വൽ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സാറ്റർഡേ, ഇന്ന് ഫ്രൈഡേ ആണ്, വൈഷ്ണവ് ബർത്ത്ഡേ ഫ്രൈഡേ ആണ് May 16th. സാറ്റർഡേ ആണ് നമ്മൾ ഇവിടെ പ്രസ്റ്റീജ് ഫാമിലിനൊപ്പം ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും നാളെ ഫുള്ള്. പിന്നെ നാളെ രാത്രി ഡിന്നറിന് പോകുന്നുണ്ട്. അപ്പോൾ അതും വൈഷ്ണവ് അറിയില്ല കേട്ടോ, അതും സർപ്രൈസാണ്. എന്താ പുള്ളി ഗസ് ചെയ്തിട്ടുണ്ടാവും ഓഫ് കോഴ്സ്. പക്ഷേ ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ നമുക്ക് എല്ലാവരും വന്നിട്ട് കാണാം. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ്. ഞങ്ങളൊരു 10 ഫാമിലീസാണ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രസ്റ്റീജ് ഫാമിലി. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരുടെയൊക്കെ ബർത്ത്ഡേ വന്നിട്ടുണ്ടോ നമ്മളെല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ കച്ചറയാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പാതിരാത്രി പോയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്ന 1st-2nd ഇയറോട്ടാണ് നമ്മൾ എല്ലാവരുമായിട്ട് കമ്പനി ആവാൻ തുടങ്ങിയത്. അതിനുശേഷം മുടങ്ങാണ്ട് എല്ലാ കൊല്ലവും ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാവരുടെയും ബർത്ത്ഡേക്ക് പോയിട്ട് ഇങ്ങനെ സർപ്രൈസ് ചെയ്യാന്നുള്ളത്. വൈഷു എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെയായിരുന്നു കേട്ടോ. അവർ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി പുറത്തിറങ്ങി ആശ. ഹലോ ബർത്ത്ഡേ ബോയ്. അയ്യടാ, ആർക്ക് 40? അപ്പോൾ ഇത് എല്ലാവരും വന്നിരുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയും 3 മിനിറ്റ് ഉണ്ട് കേട്ടോ നമ്മളുടെ ബർത്ത്ഡേക്ക് സമയമാവാൻ. ഫസ്റ്റ് വിഷ് എന്റെയാണ്. വൈഷു
മറ്റന്നാ എല്ലാവരും വിഷൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് കേക്ക് മുറിച്ചാലോ? അതാണല്ലോ ഇന്നത്തെ പ്രധാന ഇവന്റ്. അപ്പോൾ ദേ കേക്ക് എടുത്ത് വെക്കാനുണ്ട് ഇവിടെ റീമ. വൈഷുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് മാംഗോ. അതുകൊണ്ട് നമ്മളൊരു മാംഗോ ഗെറ്റോ കേക്കാണ് ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോഴത്തേക്കും എൻ്റെ പേരൻസ് വിളിക്കുമായിരുന്നു വിഷ് ചെയ്യാൻ. വൈഷുവിൻ്റെ അമ്മ വിളിച്ചു, എൻ്റെ അമ്മ വിളിച്ചു. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമായിരുന്നു. എല്ലാവർക്കും എന്നെ മതി. പനിയോ? അഞ്ചേട്ടാ ബർത്ത്ഡേക്കാണ് വന്നിരിക്കണേ. ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇല്ല അതിന് പറയട്ടെ പുള്ളി. അങ്ങനെ എല്ലാവരോടും മിണ്ടിയും പറഞ്ഞു വന്നപ്പോഴത്തേക്കും ദേ സമയം 12:20 ഇനി എന്തായാലും നമുക്ക് വേഗം കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ കേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ, ആ കുഞ്ഞു കുഞ്ഞി മാംഗോ ഉണ്ടകളൊക്കെ കൊണ്ട്. ഇവിടെ ഞാനും റീമയും കൂടി കൂലങ്കുഷമായി ചിന്തിക്കുന്നത് എത്ര ക്യാൻഡിൽസ് വെക്കണം എന്നാണ്. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരെണ്ണം മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടാന്ന്. വൈഷുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും വരിക, കേക്ക് കട്ട് ചെയ്യുക, പുള്ളിനെ വിഷ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം. ആളും ഇങ്ങനെ എല്ലാവരുടെയും പരിപാടി ഒക്കെ മുമ്പിലുണ്ടാവും, ഒക്കെ നടത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും പറയുമായിരുന്നു വൈഷുവിനോട് മേക്ക് എ വിഷ് എന്നുള്ളത്. എനിക്കറിയാം പുള്ളിയുടെ ഏറ്റവും വലിയ വിഷ് എന്താണെന്ന്. ഈ അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ആഹാ എന്ത് മനോഹരമായ തല്ലിപ്പൊളി പാട്ട് എന്നാണ്. പക്ഷെ അവരുടെ വിചാരം അവർ മറ്റേ പാടി തകർക്കുകയാണെന്നാണ്. ആരെങ്കിലും ഒന്ന് റിയാലിറ്റി ചെക്ക് കൊടുക്കോ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വയസ്സ് 10-40 ഇപ്പോഴും കൊച്ചു പിള്ളേരാന്നാണ് വിചാരം. അതാണ് ഈ കുട്ടികളി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, നമ്മളുടെ എന്തൊരു സെലിബ്രേഷനും എന്തൊരു സന്തോഷവും ഭയങ്കര കളറാവുന്നത് നമ്മളുടെ ചുറ്റും അത് ആഘോഷിക്കാൻ ആൾക്കാരുണ്ടാവുമ്പോഴല്ലേ. അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെ ഇത്തിരി കൂടി കളറ് കൂടുകയല്ലേ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റാണ് കേട്ടോ വൈഷുവിനിത്. ഞാനും വൈഷുവും ഭയങ്കര സോഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ചാരും നൈസായിട്ട് സ്കോർ ചെയ്യുകയാണ്. വെരി ക്യൂട്ട്, നല്ല രസമുള്ള സ്കേർട്ട് അല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. സ്കൂളിൽ പോകണമല്ലോ ഇരിക്കണം. വർത്താനം പറഞ്ഞ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. എല്ലാവർക്കും നാളെ വർക്ക് ഉണ്ട്. അപ്പൊ ഇത് എല്ലാവരും ഇറങ്ങുക. അറിയില്ല, ആലോചിക്കട്ടെ. ഇന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ബൈ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും പോയി. സമയം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കും പോയി കിടന്ന് ഉറങ്ങാം. ബർത്ത്ഡേ ബോയ് നാളെ ഓഫീസിൽ പോകുന്നുണ്ട്. എനിക്ക് നാളെ വർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും വിളിച്ചിട്ടുള്ള സാറ്റർഡേ ആണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ അതിന് കുറേ കുക്കിങ്ങും കാര്യങ്ങളും കുക്കിംഗ് പ്രെപ്സൊക്കെ ഇന്ന് ചെയ്തോണം. അതായത് ഇന്നെന്ന് വെച്ചാൽ ഫ്രൈഡേ ചെയ്ത് വെക്കണം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു സംശയം പോലെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതല്ല, എന്നെ കൊണ്ട് പറ്റും എന്നറിയാം, പക്ഷേ റിസ്ക് അല്ലേ എന്നുള്ളത്. ആർക്ക്? അവർക്ക് എനിക്കെന്താ റിസ്ക് എന്ന് പടാ. അപ്പോൾ പക്ഷെ നമുക്ക് അവരെ ഞെട്ടിക്കാം. നന്നായാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ ഇത്ര വലിയ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും ഓർഡർ ചെയ്യാൻ പതിവ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരാഗ്രഹം, എൻ്റെ കൈപ്പുണ്യം എല്ലാവരും അറിയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 2-3 സാധനങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ, മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ചിക്കനും ബീഫും ഒക്കെ നമ്മൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. സോ അതൊക്കെയാണ് പരിപാടി. ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം, അല്ല ഇന്ന് രാവിലെ ആയിട്ട് കാണാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സാധനം മേടിക്കാൻ പോവുകയാണ്. ഗ്രോസറി ഷോപ്പിംഗ്, പിന്നെ മീറ്റ് ഷോപ്പിംഗ്, അതിനൊക്കെ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കുള്ള ബർത്ത്ഡേ പാർട്ടി സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഞാനാണ് കേട്ടോ കുറേ സാധനങ്ങൾ കുക്ക് ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കുന്ന അറിയില്ല, പക്ഷേ ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ എല്ലാവരും പരീക്ഷണമാണല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞു പോയി തോന്നുന്നു.
അപ്പോൾ നമ്മൾക്ക് മീറ്റ് മേടിക്കണം. 2 ടൈപ്പ് ഓഫ് മീറ്റ് ഉണ്ട്. ചിക്കൻ ഉണ്ട്, പോയിട്ട് വരാം. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പോർക്ക് ഉണ്ട്. പിന്നെ ഇത് 3 ഞാനാണ് വെക്കുന്നത്. ബിരിയാണി ആണ് മെയിൻ കോഴ്സ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു മാംഗോ സാഗോ ആണ് ഡെസേർട്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ലൈറ്റും ആണ്, ഈ സമ്മറിനൊക്കെ പെർഫെക്റ്റും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെനു. ഞാൻ കാര്യമായിട്ട് മെനു ഒക്കെ പറയാം കേട്ടോ. കുക്കിംഗ് എത്രത്തോളം എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന അറിയില്ല, കാരണം എല്ലാവരും തിരക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ പരിപാടികൾ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം. നമ്മളിതേ ഷോപ്പിംഗ് ഞാൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ ഏപ്രിലിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഓർത്തു ഈ മീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം, ഒന്ന് റെഡി ടു കുക്ക് ആക്കി വെക്കാം. അപ്പോൾ നാളത്തേക്ക് എളുപ്പമായിരിക്കുമല്ലോ. ചില ഐറ്റംസൊക്കെ ഇന്ന് ഉണ്ടാക്കി വെക്കണം. കാരണം ഈ മീറ്റൊക്കെ ഇന്നുണ്ടാക്കിയ തലേദിവസം ഉണ്ടാക്കി വെച്ചാലല്ലേ ഒരു ടേസ്റ്റ്, മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിറ്റേത്തേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നുണ്ടാക്കി വെക്കുകയാണ്. ബാക്കി സാധനങ്ങളൊക്കെ നാളെ ഉണ്ടാക്കണം. ലൈക്ക് ഡെസേർട്ട്സും പിന്നെ മെയിൻ ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ നാളെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം കുക്കിംഗ് തുടങ്ങാം. അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. നമുക്കൊരു ദോശയും ചട്നി ആക്കാം. എന്ന് വൈഷ്ണവ ദോശയും ചട്നിയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ആക്കാം. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് വേഗം കുക്കിംഗ് തുടങ്ങാം. വൈഷു ഇവിടെ രാവിലെ മീറ്റിംഗ് ഒക്കെ ആയിട്ട് ബിസിയാണ്. ആളിന്ന് ജിമ്മിൽ പോയില്ല, ബർത്ത്ഡേ പ്രമാണിച്ച്. അപ്പോൾ ദോശയും ചട്നി ഇവിടെ റെഡിയാക്കി ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടോ. വൈഷുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയും നമ്മുടെ തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ ഞാനും ഓരോ ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഉണ്ടാക്കി. ഞാൻ യൂഷ്വലി ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യാറ്, അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലാണ് പതിവ്. പക്ഷേ ഇന്നെന്തോ ഈ ദോശയും ചമ്മന്തിയൊക്കെ രാവിലെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു കൊതി. അപ്പോൾ ഞാനും കഴിച്ചു. ദോശ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് ക്ഷീണിച്ചു. എനിക്കിത് ഈ യമണ്ടൻ 3 സാധനങ്ങളാണ് വെക്കാനുള്ളത്. അപ്പം എന്തായാലും വൈഷു ഇപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. വൈഷു ഹാളിൽ ഇരുന്നിട്ട് മീറ്റിംഗ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് തുടങ്ങാം. എനിക്ക് ആക്ച്വലി മീറ്റ് വെക്കുന്നതാണ് ഇത്തിരി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. വെജ് ഡിഷ് വെക്കുന്നതിനേക്കാളും ഇപ്പോൾ ഒരു സാമ്പാർ വെക്കാനോ അവിയൽ വെക്കാനോ എനിക്ക് അതിനേക്കാളും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഇപ്പോൾ ഒരു ചിക്കൻ വെക്കാനോ ഒരു ബീഫ് വെക്കാനോ ആയിരിക്കും. ബിക്കോസ് ഞാൻ അമ്മ വെച്ച് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള അങ്ങനെയാണ്. വെജ്ജിന് തോരൻ വെക്കാന്ന് പറഞ്ഞിട്ട് കറിയായിട്ട് പ്രോപ്പർ ഒരു മോരുകറി വെക്കുക, അത് ഭയങ്കര എളുപ്പമാണല്ലോ. അല്ലാണ്ട് ഞാൻ മീറ്റാണ് കൂടുതൽ വെച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു ഇത്ര പേർക്ക് വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാവില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പരിപാടികളായിട്ട് തുടങ്ങാം. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വൈഷു വന്ന് പറയുന്നത് പുള്ളിക്ക് ഓഫീസിലേക്ക് പോകാൻ നേരമായി, പുള്ളി ഇറങ്ങുകയാണെന്നുള്ള വിവരം. അപ്പോൾ എന്തൊക്കെയോ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ പോകണത്രേ ഓഫീസിൽ പോയിട്ട്, ക്ലയൻസിനെ കാണാനുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ വൈകിട്ട് നേരത്തെ വരേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഓടിപ്പോയി പുള്ളീനെ ലിഫ്റ്റിൻ്റെ അവിടെ വെച്ച് പിടിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഇത്തിരി നേരത്തെ വന്നോ, നമുക്ക് ചുമ്മാ ചില്ല് ചെയ്യാമെന്ന്. വൈഷു പോയ പാടെ ഞാൻ ഓർത്തു എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് വെക്കാം, കാരണം പിന്നീട് സമയം കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ കുറച്ച് കുക്കിംഗ് ഒക്കെ തീർക്കാമെന്ന് ഓർത്ത് അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പോർക്ക് നമ്മൾ അടുപ്പത്ത് കയറ്റി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്ര നേരം അമ്മയുണ്ടായി എൻ്റെ കൂടെ ഫോണിൽ. എൻ്റെ അമ്മയുടെ നിന്നാണ് ഞാൻ ഈ റെസിപ്പി മുഴുവനും എടുക്കാറ്. അപ്പോൾ അമ്മ ഈ മീറ്റ് സ്പെഷ്യലിസ്റ്റാണ്. അമ്മ എല്ലാം നല്ലോണം വെക്കുന്നത്. ഏതാണ് 2 സാധനം കുക്കറിൽ കയറ്റിയിട്ടുണ്ട്, 2 സാധനം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഏതാണ് വിസിലടിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം എന്തായാലും അങ്ങനെ നമ്മൾ അത് വെച്ച് കഴിഞ്ഞു. ഇനി ചിക്കൻ വെക്കാനുണ്ട്. സോ ഇന്നത്തെ ദിവസം കുക്കിംഗ് കഴിയണം. അതിനിടയ്ക്ക് വൈകിട്ട് സർപ്രൈസായിട്ട് ഞാൻ വൈഷ്ണവനെ ഡിന്നറിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബൊക്കെ പോയി മേടിക്കണം നമുക്ക്, ഫ്ലവർ ബൊക്കെ. പിന്നെ നമുക്ക് രാത്രി ഡിന്നറിനും കൊണ്ടുപോകാം. പുള്ളി ഒരു 5:30 ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പറയാൻ നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് റെസിപ്പി ഒന്നും ഇടാൻ പറ്റിയില്ല, ബിക്കോസ് കുറേ പണിയുണ്ടായിരുന്നു. എനിക്ക് രാവിലെ തൊട്ട് പണിയാണ്. രാവിലെ തൊട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈഷ്ണവിൻ്റെ അമ്മ വിളിച്ചിരുന്നു, അമ്മേനോട് കുറേ നേരം സംസാരിച്ചു. എൻ്റെ അമ്മയുടെ ഞാൻ എത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വായിക്കൊരു റെസ്റ്റ് ഇല്ലാണ്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെസിപ്പിയും കൂടി പറഞ്ഞു കഴിഞ്ഞ് ഞാൻ തളരും, പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു അന്ത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റെസിപ്പി വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാമല്ലോ. പക്ഷേ ഇത് അമ്മ സ്പെഷ്യൽ റെസിപ്പീസാണ് എൻ്റെ എല്ലാ ഡിഷസും ഇന്നത്തെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടി അലങ്കോലമായിട്ട് വെക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാർട്ട് കാണിച്ചു തരാം. 2 കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ഇത് കായാണ്, പോർക്കും കായാണ് റെസിപ്പി. സോ കായ് ഞാൻ സെപ്പറേറ്റ് വേവിക്കണം, എന്നിട്ട് ഞാൻ പോർക്കിലേക്ക് ആഡ് ചെയ്യും. അതാണ് അങ്കമാലി പോർക്ക് റെസിപ്പിയാണ്. അമ്മ പറഞ്ഞ പോലെ കേട്ടോ. പോർക്ക് ഇവിടെ വിസിലൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ആഹാ നല്ല കുറുക്കിയിട്ടുണ്ടല്ലോ. ഞാൻ വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയിട്ടുണ്ട്. കായും ഇട്ടു കേട്ടോ. കായും ആഡ് ചെയ്തു ഞാൻ നേരത്തെ വിസിലൊന്ന് തുറന്നപ്പോഴത്തേക്കും. കുക്കറൊന്ന് തുറന്ന് നേരത്തെ കായ ആഡ് ചെയ്ത് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില്ലി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കണേ. ബോൺലെസ് ചില്ലി ചിക്കൻ, ആ ഒരു ഫ്രൈ. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഫ്രീസറിൽ കയറ്റാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം ഓൺ ദ മെനു ഇസ് ചിക്കൻ പെരട്ട്. അതിത്തെ നല്ല പെപ്പറൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതും കുക്ക് ചെയ്ത് വെച്ചു. എൻ്റെ ഒരു കോലം നോക്കി വേർത്ത് ഒലിച്ചിട്ടേ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാത്രി ഡിന്നറിന് പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ത്രെഡ് ചെയ്തിട്ട് വരാം. കാട് പോലെ ആയിട്ടുണ്ട്. അത് ചെയ്യണം. പിന്നെ ഫ്ലവർ ബൊക്കെ മേടിക്കണം. പിന്നെ നാളത്തെ ഡെസേർട്ടിനുള്ള മാംഗോവും മാങ്ങയും കൂടി മാംഗോ ആയിപ്പോയി. അപ്പോൾ മാംഗോ മേടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം. അപ്പോഴത്തേക്കും വൈഷു എത്തും. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈഷു ഇപ്പോൾ വരും കേട്ടോ. ഒരു മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നമുക്ക് ബുക്ക് ആയിട്ട് എത്തണം. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ത്രെഡൊക്കെ ചെയ്ത് എത്തണം. അപ്പോൾ പോയിട്ട് വരാം. ലിഫ്റ്റ് ഇവിടെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെ വൈകിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഈ ഒരു ഈവനിങ് വാക്കിന്. നല്ല ഭംഗിയാണ്, നല്ല കാറ്റുമാണ്, നല്ല സുഖമാണ് നടക്കാൻ. 5 മണി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ജസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ടൊരു കുട്ടി ഷോപ്പുണ്ട്. ഒരു പയ്യൻ നടത്തുന്ന ഫ്ലവർ ബൊക്കെ ഒക്കെ ഉണ്ടായി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ഓർഡർ ചെയ്താൽ കിട്ടും. പക്ഷെ ഞാൻ പോയി മേടിക്കാമെന്ന് വിചാരിച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ് നോക്കിയെടുക്കാമല്ലോ. എനിക്ക് എന്തൊക്കെയാണ് ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെറ്റായിട്ടേ കിട്ടുള്ളൂ. ലൈക്ക് ഓൾറെഡി പ്രീ സെറ്റ് ആയിരിക്കും. ഇത് എനിക്ക് പോയി ചൂസ് ചെയ്യാമല്ലോ ഏത് കളർ റോസ് വേണം, ഏത് ഓർക്കിഡ് വേണം, അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പോയി മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പുറത്താണ് ത്രെഡ് ചെയ്യാൻ അകത്ത് സലൂണുണ്ട്. പക്ഷെ അവരെന്താ മിക്കപ്പോഴും അവിടെ സ്ലോട്ട് ഉണ്ടാവാറില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓക്യുപ്പൈഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് പുറത്ത് തന്നെ ഒരു സലൂണുണ്ട് ഞാൻ യൂഷ്വലി പോകുന്നത്. അപ്പോൾ അവിടെ പോവാം. നിറയെ ഉറുമ്പ് കേട്ടോ അവിടെ. അവിടെ ഉറുമ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ പെറ്റ്സിനെ വാക്ക് ചെയ്യാനും പിന്നെ ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. റീമയുടെ വീട്. അപ്പം ഞാൻ അവരുണ്ടോ നോക്കുകയാണ് ഇവിടെ. വരുന്നില്ലല്ലോ. ഹായ്, ആര് കുളിക്ക് വന്നോള്? ഞാൻ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഒരു കോഴി വെക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഇറങ്ങി വരാറ് റീമയാണ്. ഇന്നൊരു ചേഞ്ചിന് റോണിയാണ് കേട്ടോ വന്നത്. അപ്പോൾ പുള്ളിനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ഫ്ലവർ ബുക്ക് ചെയ്ത സ്ഥലം അടച്ചിട്ടിരിക്കും. ഇനിയിപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യാതെ വേറെ നിവർത്തിയില്ല. കാരണം എന്നാലേ സമയത്തിന് സാധനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ത്രെഡ് ചെയ്തിട്ട് അതിന് മുമ്പേ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ബുക്കേക്കുള്ളത്. അപ്പോഴത്തേക്കും വൈഷു എത്തും തോന്നണം. സലൂണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്പാ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെ മസാജസ് ആണെന്നുള്ളത്. അപ്പോൾ അവിടെ മെമ്പർഷിപ്പ് പ്രൈസസ് ലിസ്റ്റ് ചെയ്ത് കണ്ടു. ഒരു പ്രൈസ് കണ്ടത് 50,000 നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ 75,000 വർത്ത് ഓഫ് സർവീസസ് ആണ്. പക്ഷെ ആരാണ് ഈ 50,000 മസാജ് എടുക്കാൻ പോകുന്നത്? എന്താണ് ഞാൻ ജാവേദിൽ പോയി ത്രെഡ് ചെയ്യാൻ. കച്ചോടി വേണോ? മേടിച്ചോ. കച്ചോരിക്കടയുണ്ട് ഇവിടെ. ഈ കച്ചോരി കട വളരെ ഫേമസ് ആണ്. ഞാനും വരും. ഞാൻ ഇപ്പം ഇത്തിരി തടിയായിട്ട് ഇത്തിരി ബ്രോഡായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ത്രെഡ് ചെയ്യിക്കാറ്. അതാണ് ഇപ്പോഴത്തെ രസം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മുഖത്തിന് രസം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യിക്കാറ് ഇപ്പോൾ. ഇത് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കുഞ്ഞു കടയാണ്. ഇവിടുത്തെ കച്ചോരിയും ജലേബിയും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. ഇവിടെ എന്തായിരുന്നു ഓഫീസിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായോ? കേക്ക് കട്ടിങ് ഉണ്ടായോ? വാട്ട് കേക്ക് ഡിഡ് യു കട്ട്? ബ്ലൂബെറി ചീസ് കേക്ക്. ഒരു പ്ലേറ്റ് ജലേബി എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ രണ്ടാളും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് വിശേഷം പറയണ പതിവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി. മഴ പൊടിയുണ്ടോ? ഗിഫ്റ്റ് കിട്ടിയത് ഇതായിരുന്നു വൈഷുവിന്. കുറച്ച് നാളായിട്ട് എന്നോട് ആദ്യം ചോദിച്ചു എന്താണ് വൈഷേട്ടന് വേണ്ടത് എന്ന്. അപ്പം ഞാനാ പറഞ്ഞത് വൈഷു ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നതുകൊണ്ട് ഒരു റാക്കറ്റ് നോക്കി നടപ്പുണ്ടായിരുന്നു. അപ്പം
എന്നാൽ അത് മേടിച്ചാൽ നല്ലത്. ലീനിങ് തന്നെയാണല്ലേ മേടിച്ചത്? ഞാൻ അവിടുത്തെ ലീനിങ് അല്ലേ യോനിക്സാണ് പറഞ്ഞത്. അപ്പോൾ അവള് ലീനിങ് ഓക്കേന്ന് പറഞ്ഞു. നൈസ് നൈസ്, ഹാപ്പി. അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചിക്കൻ പരട്ടത് ഇവിടെ റെഡിയായി. എനിക്ക് കുറച്ച് ഗ്രേവി ഊറ്റി വെക്കേണ്ടി വന്നു കേട്ടോ, കാരണം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു ചിക്കനിന് ഇറങ്ങണേ. പിന്നെ നമ്മളുടെ പോർക്ക് വെന്താലു അതായി. പിന്നെ ഞാൻ ദേ ഇവിടെ കണ്ടോ പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. സോ അതുമായി വിചാരിച്ചതിലും പെട്ടെന്ന് എൻ്റെ കുക്കിംഗ് ഒക്കെ തീർന്നു കേട്ടോ. ഞാൻ വരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. എനിക്ക് ഇത്ര കഴിവുണ്ടായിരുന്നു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും വൈഷു പറഞ്ഞു കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, ആകെ ടയർഡാണെന്നുള്ളത്. പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ നമ്മൾ ഡിന്നർ പ്ലാൻസിനെ കുറിച്ച്. കാരണം ഇത്രയും കുക്കിംഗ് കഴിഞ്ഞിട്ട് ഞാനും ടയർഡാണെന്നാണ് ആൾ വിചാരിച്ചത്. ഒരു അരമണിക്കൂറിൽ നമുക്ക് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാം. ഞാൻ ഈ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ ആകെ ഫുഡ് മണക്കണം പോലെയാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ഓടിപ്പോയി കുളിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓടിപ്പോയി ഡ്രസ്സ് മാറ്റി വരാം, നമ്മളൊന്ന് പുറത്ത് പോവുകയാണെന്ന്. എവിടെയാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി ഗസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓഫ് കോഴ്സ്. രാത്രി പുറത്ത് പോകാൻ പറ്റൊന്നുമില്ലല്ലോ. പോവാം, ലെറ്റ്സ് ഗോ. നമ്മൾ ഗിഫ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഹാപ്പി ബർത്ത്ഡേ പൊന്നു. നോക്കൂ എന്താണെന്ന്. വൈഷു ഒരു ജാക്കറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മേടിച്ചു. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വൈഷു നോക്കി വെച്ച ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കണം എന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതെന്തായാലും മേടിച്ചു. പിന്നെ കുറച്ച് ടീഷർട്ട്സ്, പിന്നെ കുറച്ച് പാൻസ് ആൻഡ് ഒരു പെർഫ്യൂം. സോ ഇതൊക്കെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം, ലെറ്റ്സ് ഗോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി, ആള് ഹാപ്പിയായി. ഇനി ഡിന്നറിനും കൂടി പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു. എക്സെപ്റ്റ് ഒരേ ഒരു കാര്യം, എൻ്റെ ഫ്ലവർ ബൊക്കെ. അത് ഓൺലൈൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലാട്ടോ കിട്ടാൻ. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഫ്ലോറിസ്റ്റിനെ ഞാൻ 2-3 പ്രാവശ്യം അയാളുടെ ഇങ്ങനെ ബൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഒരു പുള്ളി ഉണ്ടല്ലോ. അപ്പോൾ അയാളെ വിളിച്ചിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി അത് കളക്ട് ചെയ്യാൻ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷർട്ട്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷർട്ട്സ്. പോണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് പുറത്തിറങ്ങിയിട്ട് പറയാം. അതിനിടയ്ക്ക് എനിക്ക് ഫ്ലോറിസ്റ്റിൻ്റെ നിന്ന് ആ ഒരു ബൊക്കയും കൂടി എടുക്കാറുണ്ട്. അത് വയസ്സും അറിയില്ല, പക്ഷെ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അതും എടുത്തിട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഫ്ലോറിസ്റ്റിൻ്റെ കട നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ തുള്ളിച്ചാടി ബൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേക്കും പുള്ളി പറയുകയാണ്, ഇന്നത്തേക്കല്ലല്ലോ നാളത്തേക്കല്ലേ ഓർഡർ പ്ലേസ് ചെയ്തതെന്ന്. എനിക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വന്നു കേട്ടോ. കാരണം ഈ ഒരു കാര്യം കൂടി നടന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് നടന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, ഇതിനെന്തിനാ ഇത്ര കഷ്ടപ്പെടണേന്ന്. പക്ഷെ എനിക്ക് അത്ര സില്ലി ആയിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച ഒരു കാര്യം നടക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. വിശക്കുണ്ടോ? എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ തീരെ വിശക്കില്ലാന്ന്, പക്ഷെ നല്ല വിശക്കുണ്ട്. എനിക്കറിയായിരുന്നു ഇന്ന് നമ്മൾ രണ്ടുപേരും അത്യാവശ്യം ടയർഡായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തത്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നല്ല ആംബിയൻസും നല്ല വൈബുള്ളൊരു സ്ഥലം. ഇന്ന് ഫ്രൈഡേ ആയിട്ടും അത്ര തിരക്ക് ഞാൻ കണ്ടില്ല. യൂഷ്വലി വീക്കെൻഡ്സ് ആണല്ലോ ഭയങ്കര തിരക്ക് ഇങ്ങനത്തെ പബ്സിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ. നല്ല ഡ്രിങ്ക് കിട്ടും, അത് നല്ല സ്പൈസി ഡ്രിങ്ക്, വൈഷുവിന് പറ്റിയ സാധനം അല്ലേ. ആൾക്ക് തൊണ്ടയ്ക്ക് ഒരു ഇത്തിരി കിച്ചുണ്ടായിരുന്നല്ലോ രാവിലെ തൊട്ട്. അപ്പം ഇത് കുടിച്ചാൽ നല്ല ക്ലിയർ ആയി കിട്ടും. ചില്ലി ഗുവാവ. ഇന്ന് കംപ്ലീറ്റ് മെനു ചൂസ് ചെയ്യണ വൈഷുവാണ് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രോൺ തായ് കോക്കനട്ട് സൂപ്പ് വെച്ചിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഫ്ലോറിസ്റ്റ് ചേട്ടൻ വിളിച്ചത്. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ആ ബൊക്കെ കളക്ട് ചെയ്തു. Happy birthday, Ponu! Lovely flowers, no? How did you like the soup? ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പ്. അങ്ങനെ സൂപ്പ് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വേറെയും കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റാർട്ടേഴ്സൊക്കെ ആയിട്ട്. നമ്മളൊരു ചിക്കൻ സ്ക്യൂവേഴ്സ്, നമ്മളൊരു 4 കോഴ്സ് മീലാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. സൂപ്പ്, സ്റ്റാർട്ടേഴ്സ്, മെയിൻ കോഴ്സ് ആൻഡ് ഡെസേർട്ട്. സോ മെയിൻ കോഴ്സിന് നമ്മളൊരു നാസി ഗൊരേങ് ആണ് ഓർഡർ ചെയ്തത്. അതൊരു ഇന്തോനേഷ്യൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. അങ്ങനെ നമ്മളിത് നല്ലൊരു ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാനും വൈഷുവും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഡേറ്റ് നൈറ്റ്സിന് വരാൻ നോക്കാറുണ്ട്. അത് ഭയങ്കര ഒരു നമ്മളുടെ ബിസി ലൈഫിൽ നിന്ന് ഒരു
നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മാത്രമുള്ളൊരു സമയം ഒന്ന് റിലാക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ മാത്രമുള്ള ഒരു ഈ ഡേറ്റ് നൈറ്റ്സ്. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എന്താ, പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട്ടിൽ പോകണം, ചില്ല് ചെയ്യണം. താങ്ക് യു. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളൊരു മൂവിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി നാളത്തെ പരിപാടി, അതായത് പാർട്ടിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വ്ളോഗിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കാവേ. കണ്ടിന്യൂഷൻ ഇന്ന് നമ്മൾ ഇവിടെ തുടരുകയാണ്. ഇന്നലത്തെ പ്രെപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ മീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇന്ന് നമ്മുടെ ഡെസേർട്ട് ആയിട്ടുള്ള മാംഗോ സാഗോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഇവിടെ. കൊച്ചെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഉച്ചയ്ക്ക് തൊട്ട് ഞാൻ കൊച്ചിനെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളോട് പ്രിപ്പയർ ചെയ്തു. എൻ്റെ ഇത്രയും അലമ്പായിട്ട് എൻ്റെ കിച്ചൺ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. എല്ലാ പാർട്ടിക്കും ഞാൻ ഇത് തന്നെയാണ് പറയണത്. പക്ഷേ നല്ല അലമ്പാണ്. അതാ കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കാം. പക്ഷേ നമുക്ക് വേഗം ഇവിടെ പീനട്ട് സാലഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പീനട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഓരോന്ന് പറയുന്നത് പെട്ടെന്ന് തീർക്കാം. സമയം ഇപ്പോൾ എത്ര മണിയായിടാ? 4 മണിയായിട്ടുണ്ട്. 4 മണിയായി. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് എല്ലാവരോടും വന്ന് തുടങ്ങാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും. അപ്പോൾ നമുക്ക് വേഗം പണി തീർക്കാം. പാർട്ടിക്ക് വേണ്ടി വീട് ഒരുങ്ങി. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. വൈഷുദേ കുളിക്കാൻ പോയിരിക്കണു. നല്ല മഴയുണ്ട് പുറത്ത്. ആഹാ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല മഴയുണ്ട്. ഫിംഗർ ഫുഡ് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തൊട്ടല്ല, ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയ പണിയാണ്. എൻ്റെ മാംഗോ സാഗോ ഉണ്ടാക്കി വെച്ചു. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മാംഗോ സാഗോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അതൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. എവിടെ? അതെ, ചില്ലി ചിക്കൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല, തട്ടി വെച്ചിരുന്നു ഞാൻ ഇന്നലെ. അത് വറുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മളുടെ ഫുഡൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി വരാനുണ്ട്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റംസ്: പൈനാപ്പിൾ ഉപ്പിലിട്ടത്, പിള്ളേർക്കുള്ള സ്മൈലിയും നഗറ്റ്സും, ചിക്കൻ 65ഉം, പിന്നെ നമ്മളുടെ സാലഡിനുള്ളത് മിക്സ് ചെയ്യണം. ഞാൻ ഓർത്തു ഇതിപ്പോഴേ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സോഗി ആവുമല്ലോ. അപ്പം ഞാൻ ഓർത്ത് പിന്നെ മിക്സ് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഇനി എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്യാം. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7-7:15 ആയിട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി കുളിച്ചു. കാരണം 7 മണിക്കായിരുന്നു എല്ലാവരോടും വരാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ പൊതുവെ 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എത്തുമ്പോൾ ഒരു 7:30-7:45 ആവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മുതലെടുത്ത് ഞാൻ പോയി കുളിച്ചു കേട്ടോ. കുളിച്ച് വന്നപ്പോഴത്തേക്കും ഓരോ ഫാമിലീസ് ആയിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. വയസ്സ് ചോദിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ മനുഷ്യേട്ടാ? എന്നാലും ഒരാളിങ്ങനെ വിഷമിപ്പിക്കാവോ? മിക്സ് ചെയ്തോ? ഇത് ഫ്രൈ ചെയ്ത് അറിയാം. ഞാൻ ഇപ്പോഴേ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവരും വന്നു കഴിഞ്ഞാൽ എത്ര കണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ആകെ ഒരു ബഹളമായിരിക്കും. മോഹൻലാലിന്റെ ബാംഗ്ലൂരും അല്ലാതെ ഇയാള് മമ്മൂട്ടിക്ക് അല്ല, ലൂസിഫർ ഒരു മോഹൻലാൽ പടം. ലൂസിഫർ നീ പറയരുത് മോഹൻലാലിന്റെ അടിപൊളി പടമായിട്ട്. അയ്യോ ലൂസിഫർ, സോറി, ലൂസിഫർ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോറി. ഇവരിവിടെ കിടന്ന് തല്ല് പിടിക്കട്ടെ, എന്തോ ആവട്ടെ, നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ ഫുഡിനെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? ഇതില് പറയണ്ടേ? എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണ വേറെ 2 കാര്യങ്ങളാണ് അന്താക്ഷരിയും ഡംഷരാജും. അപ്പൊ അതിലേക്ക് കിടക്കുകയാണെന്നല്ലേ. ഇവരവിടെ ഭയങ്കര ചിരിയും കളിയൊക്കെ. എന്താണ് സംഭവിക്കുന്നത്? ഏയ് ഹലോ, എന്താണ് ഇത്ര ചിരിയും കളി? അവിടെ അകത്ത് വരേണ്ടതാണ്. ഇങ്ങോട്ട് വരാൻ. ഇവരെന്തിനാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇവിടെ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. ഇല്ലടാ, കുപ്പി വരും.
വൈഷ് കൊറേ നേരായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. രാമചന്ദ്രൻ എസ് ഐ അല്ല, രാമചന്ദ്രനുണ്ട്, എസ് ഐ ഉണ്ട്. രാമചന്ദ്രൻ ഒരു എസ് ഐ. രാമചന്ദ്രൻ ഒരു എസ് ഐ അല്ല, 2 എസ് ഐ ആവോ വീശേട്ടാ? ഇവരെ കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് നമുക്ക് പോയിട്ട് കേക്ക് കട്ട് ചെയ്യാം. വൈഷുവിന്റെ വേറെ ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവർ ആണ് ഈ ലോട്ടസ് ബിസ്കോഫ്. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഒരു ലോട്ടസ് ബിസ്കോഫ് കേക്ക്. അപ്പോൾ അത് കട്ട് ചെയ്യാം. കുഞ്ഞു കട്ട് ചെയ്തോ? Okay. Wait. പാടട്ടാ. Wait. Happy birthday to you. May you bless. Happy birthday to you. അതാ പറയാ. May you bless with. Happy birthday. പാടടാ. Happy birthday to you. He's going. Hey, no, come on kids. ഇതെന്താണിത്? കൊരവിടലോ? ചെറിയൊരു വട്ടുണ്ടെന്ന് എനിക്ക് പണ്ടേ തോന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൺഫേംഡ് ആയി എന്തായാലും. Hey, namada inisipa. ഈ മാത്രം കഴിച്ചാൽ നമുക്ക് കുട്ടികളെ വിശാലങ്ങൾ കൊടുക്കാം. മതിയോ? വിശാലങ്ങൾ കൊടുക്കാം. കുറച്ച് കൊടുത്താൽ മതി. ലോട്ടസ് ബിസ്കോഫ്. എല്ലാവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നുന്നു. കുറച്ച് നേരത്തേക്ക് ആരുടെയും സൗണ്ട് ഉണ്ടായില്ല. എല്ലാവരും കഴിക്കുന്നതിൽ ബിസി ആയിരുന്നു. അതിനെ വേണ്ട. ഇവർ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ ഹാപ്പി ബർത്ത്ഡേ പാടുന്നത്? എനിക്ക് കേട്ട് ബോറടിച്ചു. അതുകൊണ്ട് ഈ ഒരു സമ്മാന കൈമാറൽ ചടങ്ങോടെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിപാടികൾ ഇവിടെ ഒന്നും തീരുന്നില്ല. പിന്നെ ഞങ്ങളുടെ കുറെ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഈ ഒരു ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.